ആലപ്പുഴ ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നു. മാരാരിക്കുളം സ്വദേശിയായ നിർമ്മാണ തൊഴിലാളിക്കും പട്ടണക്കാട് സ്വദേശിയായ മത്സ്യത്തൊഴിലാളിക്കും രോഗം സ്ഥിരീകരിച്ചു. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴ ജില്ലയിൽ 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരവും ഒരാൾക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുന്നു. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച 3 പ്രദേശങ്ങളിലും ആരോഗ്യവകുപ്പ് തീവ്ര പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കഞ്ഞിക്കുഴി സ്വദേശിക്ക് വ്യാഴാഴ്ച വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് സർവോദയപുരം സ്വദേശിയും നിർമ്മാണ തൊഴിലാളിയുമായ 28-കാരനും പട്ടണക്കാട് സ്വദേശിയും മത്സ്യത്തൊഴിലാളിയുമായ 65-കാരനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിലായവരുടെ എണ്ണം 3ആയി. സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആറാട്ടുപുഴ 3-ാം വാർഡിലും മാരാരിക്കുളം സൗത്ത് പഞ്ചായത്ത് 18-ാം വാർഡിലും പട്ടണക്കാട് 19-ാം വാർഡിലും 2 ആഴ്ച നീളുന്ന തീവ്ര പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്നാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആരോഗ്യ ജീവനക്കാർ ഇവിടെ ക്യാമ്പ് ചെയ്ത് നേതൃത്വം നൽകും. വീടുകൾ സന്ദർശിച്ച് ജലസാമ്പിളുകൾ ശേഖരിച്ച് ക്ലോറിനേഷൻ നടത്തും. ആറാട്ടുപുഴയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഇന്റർ സെക്ടറൽ യോഗം ചേർന്നു. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ പഞ്ചായത്തിലെ 18 വാർഡുകളിലും സ്ക്വാഡ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ തീരുമാനം. ജാഗ്രതാ ബോർഡുകൾ സ്ഥാപിക്കും. രോഗം സ്ഥിരീകരിച്ച ആറാട്ടുപുഴ സ്വദേശിനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തീവ്രമായ പനി, പെട്ടെന്നുണ്ടാകുന്ന ജ്വരം, തലവേദന, ഛർദി, കഴുത്തുവേദന, ബോധക്ഷയം, വെളിച്ചം കാണുമ്പോൾ ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗം വേഗത്തിൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ ഉടൻ ചികിത്സ ആവശ്യമാണ്. സ്വയം ചികിത്സിക്കരുത്. ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത്. ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണം. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കിണറുകളും ടാങ്കുകളും നീന്തൽ കുളങ്ങളും ക്ലോറിനേറ്റ് ചെയ്യണം. നീന്തുമ്പോൾ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക. വേനൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നതിനാൽ ചെളിയിലെ അമീബയുമായി സമ്പർക്കം കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കുളങ്ങളിലോ ജലാശയങ്ങളിലോ കുളിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം. വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണ ടാങ്കിലെ വെള്ളം ഉപയോഗിക്കരുത്. മൂക്കിൽ ശസ്ത്രക്രിയ ചെയ്തവർ, തലയിൽ ക്ഷതമേറ്റവർ, തലയിൽ ശസ്ത്രക്രിയ നടത്തിയവർ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കുളിക്കരുത്. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം. മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ വലിച്ചു കയറ്റുകയോ ചെയ്യരുതെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു.